നമസ്കാരം. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട കോളിളക്കമുണ്ടാക്കിയ വിവാദത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും ഇനി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈകഴുകാൻ സാധിക്കില്ലെന്ന് ഉറപ്പായി. പദ്ധതിയുടെ തുടക്കം മുതൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിന്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അക്കമിട്ടു നിരത്തുന്ന കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഔദ്യോഗിക റിപ്പോർട്ടിന് അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. നാടിന് നാഴികക്കല്ലായി മാറുമായിരുന്ന ഒരു വമ്പൻ പദ്ധതി നടപ്പിലാക്കാൻ തങ്ങളോട് സർക്കാർ അങ്ങോട്ട് ചെന്ന് സഹായം തേടുകയായിരുന്നു എന്നാണ് ആൻഡോ അഗസ്റ്റിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവകാശപ്പെടുന്നത്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലും ഇതുതന്നെയായിരുന്നു എന്നത് തന്നെ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സർക്കാരാണ് മുൻകൈയെടുത്ത് കാര്യങ്ങൾ നീക്കിയതെന്ന വെളിപ്പെടുത്തൽ അന്നത്തെ ഭരണ നേതൃത്വത്തെ നേരിട്ട് സംശയനിഴലിലാക്കുന്നു. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ് ആൻഡോ അഗസ്റ്റിൻ. പൊതുഭരണ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പൂർണ്ണമായി കാറ്റിൽ പറത്തിയാണ് മെസ്സിയുടെയും സംഘത്തിന്റെയും വരവിനായി സമാനതകളില്ലാത്ത വഴിവിട്ട സഹായങ്ങൾ ഭരണകൂടം നൽകിയത്. യാതൊരുവിധ സുതാര്യതയുമില്ലാതെ പരസ്യ ടെൻഡർ വിളിക്കാനോ മറ്റ് പ്രമുഖ ഏജൻസികളെ വിവരമറിയിക്കാനോ മുതിരാതെയാണ് റിപ്പോർട്ടർ TVക്ക് സ്പോൺസർഷിപ്പ് തളികയിലെന്ന പോലെ വെച്ചു നീട്ടിയത്. നിയമപരമായ എല്ലാ തടസ്സങ്ങളും മറികടന്ന് സ്വകാര്യ ചാനലിന് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ കരാറുകൾ ഉറപ്പിച്ചത് ആരുടെ താൽപര്യപ്രകാരമാണെന്ന ചോദ്യം ഇതോടെ ശക്തമാകുന്നു. മാംഗോ ഫോൺ തട്ടിപ്പും ഏറെ ശ്രദ്ധ നേടിയ മുട്ടിയിൽ മരമുറി കേസും അടക്കം നിരവധി ക്രിമിനൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയോടാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു രാജ്യാന്തര കരാറിന് സഹായം അഭ്യർത്ഥിച്ചത്. സാമ്പത്തിക തട്ടിപ്പു കേസുകളിൽ ഉൾപ്പെട്ട് ജയിൽവാസം വരെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയുടെ സാമ്പത്തിക അടിത്തറയോ പശ്ചാത്തലമോ പരിശോധിക്കാൻ തയ്യാറാകാതെയാണ് ഭരണകൂടം കോടികളുടെ പദ്ധതിയുടെ സാരഥ്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ പേരിനും അന്തസ്സിനും വലിയ കളങ്കമുണ്ടാക്കിയ ഈ അപഹാസ്യമായ തിരിച്ചടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അന്നത്തെ കായിക മന്ത്രാലയത്തിനും ഭരണ നേതൃത്വത്തിനുമാണ്. ഇത്തരം വിവാദ വ്യക്തികളുമായി ചേർന്ന് വ്യക്തമായ പ്ലാനിങ്ങോ ധനകാര്യ സുതാര്യതയോ ഇല്ലാതെ മുന്നോട്ട് പോയതാണ് കായിക പ്രേമികൾക്കും പൊതുസമൂഹത്തിനും മുന്നിൽ കേരളത്തെ നാണം കെടുത്തിയത് എന്ന് വേണം പറയാൻ. ഔദ്യോഗിക സുരക്ഷാ മുന്നറിയിപ്പുകൾ പോലും അവഗണിച്ചായിരുന്നു ഈ നീക്കങ്ങൾ. സംഭവത്തിൽ ക്രമക്കേട് വ്യക്തമായതോടെ പോലീസ് കേസെടുക്കലും അതിനെ തുടർന്ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ സമഗ്ര അന്വേഷണവും അനിവാര്യമായിരിക്കുന്നു. പൊതുമുതൽ ദുരുപയോഗം ചെയ്തതിനും സ്വകാര്യ വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഒത്താശ ചെയ്തതിനും അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തേണ്ട സാഹചര്യം നിലവിലുണ്ട്. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത കുറവും GST വെട്ടിപ്പ് ആരോപണങ്ങളും കേസിന്റെ വ്യാപ്തി കൂട്ടുന്നു.